ദൈവത്തിൻ്റെ മഹത്വം വേറെ ഒരു സൃഷ്ടിക്കും ദൈവം കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ച് ആ എല്ലാ സൃഷ്ടികർമ്മത്തിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച മറ്റതെല്ലാം ദൈവം സെസ് ലെറ്റ് ദെയർ ബി, ലെറ്റ് ദെയർ ബി, ലെറ്റ് ദെയർ ബി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ മനുഷ്യനെ ലെറ്റ് ദെയർ ബി മനുഷ്യനല്ല, ഹി മേഡ് യു. നമുക്ക് ജെറമയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു കുശവൻ എങ്ങനെയാണ് ആ പാത്രം ഉണ്ടാക്കിയതുപോലെ തന്നെ ഹി ടുക്ക് സോ മച്ച് കെയർ. പറയാമായിരുന്നു ലെറ്റ് ദെയർ ബി മാൻ. അപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. പക്ഷേ ഹി ടുക്ക് മോർ കെയർ ഇൻ മേക്കിംഗ് യു ആൻഡ് മീ. നമ്മൾ ഓരോരുത്തരെയും ദൈവം വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ഉണ്ടാക്കിയത്. അവിടെ പറയുന്ന ദൈവം മണ്ണുകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഹി ബ്രീത്ത് ഇൻ ടു മാൻ. സോ അവിടെ പറഞ്ഞിട്ടല്ല ഉണ്ടാക്കിയത്, ഹി ടുക്ക് ലോട്ട് ഓഫ് എഫേർട്ട്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം മക്കളെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. സോ നത്തിങ് ഷുഡ് ഗോ റോങ്. ഒരു കുഴപ്പവും ഉണ്ടാകാത്ത തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉണ്ടാക്കിയത്. പക്ഷെ ആ പ്ലാനും പദ്ധതിയിൽ നിന്നുമൊക്കെ പോയതെന്താണ്? കാരണം ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത മൂലം ആ സാത്താൻ്റെ വചനമാണ് കേട്ടത്. സോ ഹി വാസ് പുട്ടിങ് ഹിസ് ട്രസ്റ്റ്, അവൻ്റെ ആ വിശ്വാസം, അല്ലെങ്കിൽ അവൻ്റെ ആ ഡിപ്പെൻഡൻസ്, ഒരു ആശ്രയം യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ, ദൈവത്തെക്കാൾ കൂടുതൽ അവൻ ആ സാത്താനിലായിരുന്നു. അതുകൊണ്ടാണ് ഹോസേ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഒരു വ്യഭിചാരത്തിൻ്റെ ഒരു ആത്മാവുണ്ട്. വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ഒന്ന് വായിച്ചേ. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ആ വ്യഭിചാരം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന വ്യഭിചാരമല്ല. ഇറ്റ് ഇസ് സ്പിരിച്വൽ അഡൾട്ടറി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന് പകരം നമ്മൾ ആ ദൈവത്തെ നിഷേധിച്ചിട്ട് ആ സാത്താൻ്റെ പുറകെ പോവുകയാണ്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മക്കളാകുവാനാണ്. അതെല്ലാം നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ട് ആ സാത്താൻ്റെ പുറകെ പോവുകയാണ്. പുറകെ പോയത് മരണത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അറിയുകയാണെങ്കിൽ ഔവ ചെയ്യുമായിരുന്നോ? തീർച്ചയായിട്ടും ചെയ്യുകയില്ലായിരുന്നു. അജ്ഞത മൂലം, അറിവില്ലായ്മ മൂലം. ഇന്ന് പലവരും നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞത മൂലം. അതാണ് ഹോസേ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണം, അത് വായിക്കണം, ധ്യാനിക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ആ വെളിപാടിലൂടെ നമുക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക്, നമുക്ക് സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി നമ്മളൊരു സ്നേഹത്തോടെ ഒന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മളത് നശിപ്പിക്കുവാൻ നോക്കുമോ? നിങ്ങളൊരു കുശവനാണെന്ന് ചോദിക്കുമോ? നിങ്ങൾ നല്ലൊരു പാത്രം ഉണ്ടാക്കി, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുമോ? ഇല്ല. അപ്പോൾ ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും രക്ഷപ്പെടണം എന്നാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണം. അതാണ് 2 പത്രോസ് 3-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് ഗോഡ്സ് പ്ലാൻ ദാറ്റ് എവ്രി വൺ മസ്റ്റ് ബി സേവ്ഡ്. പക്ഷേ ആ പ്ലാനും പദ്ധതിക്കും നമ്മളുടെ സ്വന്തം മനസ്സിൽ നമ്മൾ സഹകരിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല. കാരണം ആ മേഖലയിൽ ദൈവത്തിനേക്കാൾ കൂടുതൽ ആധിപത്യം നമുക്കാണുള്ളത് ഓവർ നമ്മളുടെ സ്വന്തം മനസ്സിൽ. വായിച്ചേ. കാലവിളംബത്തെക്കുറിച്ചും നിങ്ങൾ ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? ആരും നശിച്ചു പോകരുത്. അതുകൊണ്ടാണ് നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം എന്താ പറയുന്നത്? ഒന്ന് വായിക്കേ, മലയാളത്തിൽ വായിക്കേ. God so loved the world. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ആ കണ്ടീഷനുണ്ട്. എങ്ങനെയാണ് എനിക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക? അവനിൽ വിശ്വസിക്കണം. ആ വിശ്വാസം എങ്ങനെയാണ്? ഞാൻ എൻ്റെ സ്വന്തം മനസ്സുപയോഗിച്ച് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ അവനിൽ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. വിശ്വാസം ഈ പറഞ്ഞ പോലെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയിലൊന്നും വീഴുകയില്ല. ഹലോ, യു ഹാവ് ടു ടേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ ടു ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ആൻഡ് മാസ്റ്റർ.
യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം മനസ്സോടുകൂടി രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ ഒരു തീരുമാനമെടുക്കണം. എങ്കിൽ മാത്രമേ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതും അല്ലാതെ ദൈവം ഫെയർ അല്ല എന്നൊന്നും പറഞ്ഞിട്ട്, ദൈവം നീതിമാനല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി കാരണം ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്, ദൈവം അവനെ അന്വേഷിക്കുന്നവരെ ഹി വിൽ റിവാർഡ്. ഹീസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു ഡിലിജൻ്റ്ലി സീക്ക് ഹിം. അവനെ അന്വേഷിക്കുന്നവർക്കെല്ലാം അവൻ അനുഗ്രഹങ്ങൾ തരുന്നവനാണ്, അവൻ പ്രതിഫലം തരുന്നവനാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ ആ പ്രതിഫലം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുക. പക്ഷെ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ദൈവം എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടി ഉള്ള ഒരു പ്ലാനും പദ്ധതിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമുക്കറിയാം ആ പ്ലാനും പദ്ധതിയുടെ എന്തുമാത്രം പോയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നുണ്ട്, കാരണം നമ്മൾ ആ പാപം ചെയ്തപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. പിന്നെ പിതാവിൻ്റെ ആയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ആ പാപാവസ്ഥയിൽ നിന്ന് നമ്മൾ നീതീകരിക്കപ്പെടണം. അങ്ങനെ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വഴി പറ്റുമോ? ഇല്ല. യേശു ക്രിസ്തു വഴി മാത്രമേ പറ്റുകയുള്ളൂ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തോടെ നോക്കുകയാണെങ്കിൽ, ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബലി വേണം, അല്ലേ? ഒരു പാപപരിഹാര ബലിയില്ലാതെ പാപത്തിന് മോചനം കിട്ടുകയില്ല. നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലൈഫ് ഇസ് ഇൻ ദ ബ്ലഡ്. അതല്ല ഞാൻ പറയാൻ പോകുന്നത്, പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒന്ന് വായിച്ചേ. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്, അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അപ്പൊ പാപപരിഹാരത്തിന് ഒരു ബലി വേണം. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. പാപപരിഹാരത്തിന് ഒരു ബലി വേണം. എങ്ങനത്തെ ബലിയാ വേണ്ടത്? രക്തബലി. എങ്ങനത്തെ മൃഗത്തെയാണ് ബലി അർപ്പിക്കേണ്ടത്? എങ്ങനെയാണ്? നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നുണ്ട്, എങ്ങനത്തെ ബലി വസ്തുവാണ് ദൈവത്തിന് സ്വീകാര്യം എന്നുള്ളത്. വായിക്കുക, പുറപ്പാട് 12:5. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. എന്ത്? ഇറ്റ് മസ്റ്റ് ബി വിതൗട്ട് ബ്ലെമിഷ്. ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം എന്നുള്ളത്. പിന്നെ പറയുന്നുണ്ട്, അത് വേറെ വല്ലവർക്കും പറ്റുമായിരുന്നോ അങ്ങനെ ഒരു ബലി അർപ്പിക്കുവാൻ വേണ്ടി? ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും പറ്റുകയില്ല. കാരണം റോമാർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താണ്? All have sinned and fallen short of the glory of God. റോമൻസ് 3. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പോൾ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് പോലും എനിക്ക് വേണ്ടി ഒരു ബലി വസ്തു ആകാൻ പറ്റുകയില്ല. ഇസ് ഡിസ്ക്വാളിഫൈഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പാപപരിഹാര ബലി അർപ്പിക്കുന്ന വസ്തു മസ്റ്റ് ബി വിതൗട്ട് ബ്ലെമിഷ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്, എല്ലാവരും ദൈവമഹത്വത്തിൽ നിന്ന് ഹാവ് ഫോളൻ ഷോർട്ട്. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ബലി വസ്തു ആകാൻ പറ്റുമോ? ഇല്ല. ഒരേ ഒരു വ്യക്തിക്ക് പറ്റുകയുള്ളൂ, പാപമില്ലാത്തവൻ. അതുകൊണ്ടാണ് നമുക്കറിയാം 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ, ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു പാപപരിഹാര ബലിയായിട്ട് മരിക്കുവാൻ അർഹതയുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയാണ് ഒരു കുറ്റവും ഒരു കുറവുമില്ലാത്ത യേശു ക്രിസ്തു. ഒന്ന് വായിച്ചേ. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് 1 പത്രോസ് 1-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തില് അവിടെ വളരെ വ്യക്തമായിട്ട് ആ കുഞ്ഞാടിനെ വിശേഷിക്കുന്നുണ്ട്. എന്താ ഒന്ന് വായിച്ചേ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേത് പോലുള്ള, ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ വായിക്ക.
നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്തത് കറയോ അല്ല സ്വർണമോ വെള്ളി കൊണ്ടോ അല്ല. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ക്രിസ്തുവിന് മാത്രമേ എനിക്ക് വേണ്ടി ഒരു പാപപരിഹാര ബലിയാകുവാൻ പറ്റുകയുള്ളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം യേശു ക്രിസ്തുവിനെ തന്നെ ഈ ലോകത്തിലേക്ക് നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിക്കുവാനായിട്ട് വിട്ടത്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് കൊളോഷ്യൻസ് 1-ാം വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവം മുന്നോട്ട് പോകും. പക്ഷേ ആ പ്ലാന് സ്വീകരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം സ്വതന്ത്ര മനസ്സ് തന്നിട്ടുണ്ട്. ആ സ്വതന്ത്ര മനസ്സ് തന്ന ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നീതിയിലോട്ട് നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ യേശു ക്രിസ്തുവിൻ്റെ ആ ബലി, യേശു ക്രിസ്തു ഒരിക്കലേ മരിക്കുകയുള്ളൂ, ആ ബലിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പിതാവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. ഒന്ന് വായിച്ചേ, കൊളോഷ്യൻസ് 1:21. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. കാരണം ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക മാത്രമല്ല, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? ശത്രുതയാണ്. ശത്രുത ഒരിക്കൽ ആ അവസ്ഥയായിരുന്നു. ബാക്കി എന്നാൽ ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി, അവന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അതെങ്ങനെയാ സംഭവിച്ചത്? എന്റെ പാപം അവൻ ഏറ്റെടുക്കുകയും അവന്റെ നീതി എനിക്ക് ദാനമായിട്ട് തരികയും ചെയ്തു. അതുവഴി മാത്രമേ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് നീതീകരിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനം 5-ാം 8 മുതൽ 10 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് ശത്രുതയാണ്. വി ആർ ഇൻ എനിമിറ്റി വിത്ത് ഗോഡ്. കാരണം എന്താണ്? പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ വിട്ടിട്ട് ലോകത്തെ മുറുകെ പിടിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം വചനം പറയുന്നതാണ്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പോൾ അങ്ങനെ ശത്രുതയിലായിരുന്നപ്പോൾ വായിച്ചേ, റോമൻസ് 5:8-10. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ, അപ്പൊ ആ പുത്രന്റെ മരണത്തിലൂടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? രമ്യത, റെക്കൺസിലിയേഷൻ, പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം പുനർസ്ഥാപിച്ചു. അല്ലേ? ഇത് വല്ലതും സംശയമുണ്ടോ? വചനം 10-ാമത്തെ വചനം ഒന്നുകൂടെ വായിച്ച്. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ, രമ്യപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചത് ആ സമയം, അല്ലെങ്കിൽ ആ സമയത്തുള്ള നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? ദൈവവുമായിട്ടുള്ള ശത്രുതയിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ സ്നേഹത്താൽ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിക്കുകയും മരിച്ച് പിതാവായ ദൈവമായിട്ട് നമ്മൾ രമ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ സ്നേഹം എത്ര അധികമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആ മരിച്ചത്, നമുക്കറിയാം ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം 5 മുതൽ 8 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ യേശു ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് അവിടെയും വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ച ആ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ള നമ്മൾക്കൊരു ഐഡിയ കിട്ടും. കാരണം നമുക്കറിയാം, അത് വേദന മാത്രമല്ല, അത് ഷെയിം എന്താ പറയുന്നത്?
അപമാനം. അപമാനം. ഞാൻ ഒരിടത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം പറഞ്ഞ് കേൾക്കുകയായിരുന്നു. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ പടം അല്ലെങ്കിൽ രൂപമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ആർട്ടിസ്റ്റ് ആ എഴുതിയ ആ കലാകാരൻ്റെ ഇതുകൊണ്ട് ഇവിടെ ഒരു തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഭാവനയിൽ ഇവിടെ ഒരു തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്, ലോയിൻസ്. പക്ഷേ ദാറ്റ് ഹി വാസ് സേയിങ് മോസ്റ്റ് പ്രോബബ്ലി ജീസസ് ക്രൈസ്റ്റ് വാസ് നേക്കഡ്. അത്രയും ബഹുമാനിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു മൃഗത്തിനെ പോലെയാണ് ആ യേശു ക്രിസ്തുവിനെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത്. പിന്നെ അയാളെ ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? നഗ്നനായിട്ടായിരിക്കും ആ കുരിശേൽ തറച്ചത്, നിങ്ങൾക്കും എനിക്കും വേണ്ടി പ്രിയപ്പെട്ടവരെ. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഗോഡ് ലവ്സ് യു. ഇത് മനസ്സിലാക്കണം. നമ്മൾക്ക് വേണ്ടി ആ നോട്ട് ഓൺലി ദ പെയിൻ ബട്ട് ദ ഷെയിം ഓഫ് ഡൈയിങ് നേക്കഡ് ഓൺ ദ ക്രോസ്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കാതെ ഇരിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരു വ്യക്തിയുടെ പുറകെ പോവുകയില്ല, ഒരു വ്യക്തിയുടെ പുറകെ പോവുകയില്ല. ആ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ മരിക്കുവാൻ പോലും തയ്യാറാകും. ഇഫ് യു നോ ഹൗ മച്ച് ഹി ലവ്സ് യു ആൻഡ് മീ. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, ടു നോ ദ വിഡ്ത്ത്, ദ ലെങ്ത്, ദ ഹൈറ്റ് ആൻഡ് ദ ഡെപ്ത് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. He says that it surpasses all human understanding. മനുഷ്യന് മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ? അതോ വ്യഭിചാരമാണോ ചെയ്യേണ്ടത്? ആണോ? ആത്മീയ വ്യഭിചാരമാണോ ചെയ്യേണ്ടത്? പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നന്മ പോകുന്നത്, ഉപകാരണ സ്മരണ പോകുന്നത് സൃഷ്ടിക്കാണ്. ആ സൃഷ്ടാവിന് ഉപകാരണ സ്മരണ കൊടുക്കുന്നതിന് പകരം അതാണ് പറയുന്നത് വ്യഭിചാരം. അണ്ടർലൈൻ, വ്യഭിചാരം. വേറെ ഒരു വ്യക്തിയുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്രൂരമായ ഒരു വ്യഭിചാരമാണിത്. കാരണം നമുക്കറിയാം, ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ വ്യഭിചാരം ചെയ്ത സ്ത്രീയെ. യേശു ക്രിസ്തു അവളെയും കണ്ടം ചെയ്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആത്മീയ വ്യഭിചാരം അത് സാധാരണ വ്യഭിചാരത്തിനേക്കാൾ, ശരീരത്തിലുള്ള വ്യഭിചാരത്തിനേക്കാൾ കൂടുതൽ ക്രൂരമാണ്. അതിനുള്ള ശിക്ഷ അതിനേക്കാൾ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഭയാനകം. ഇതൊന്നും മനസ്സിലാക്കരുത്. അജ്ഞത മൂലമാണ് മറ്റു വ്യക്തികളുടെ പുറകെ പോകുന്നത്. നല്ല വ്യക്തികളായിരിക്കും, അവരവിടെ കിടന്ന് കരയുകയായിരിക്കും. കാരണം ഞാൻ പറയാൻ കാരണം, ഇന്ന് നമ്മളുടെ ജനം എന്തുമാത്രം അജ്ഞതയിലൂടെയാണ്. ഞാനത് കൊണ്ടുവന്നില്ല, അല്ലെ കാണിക്കാൻ വരുന്നു. ഒരു പ്രാർത്ഥന നമുക്ക് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുറക്കുന്നത് ആർക്കും പൂട്ടാൻ പറ്റുകയില്ല, ഞാൻ പൂട്ടുന്നത് ആർക്കും തുറക്കാൻ പറ്റുകയില്ല. ആ പ്രാർത്ഥനയിൽ പറയുകയാണ്, സ്വർഗം പൂട്ടിയാൽ പോലും ഞാൻ തുറക്കും, അനുഗ്രഹങ്ങൾ അടച്ചു വെച്ചാൽ പോലും ഞാൻ തുറക്കും. ഇതാണ് വ്യഭിചാരം. ആരുടെ പ്രാർത്ഥനയാണെന്ന് നമുക്ക് ഊഹിക്കാം. ഞാനിത് ടെലിവിഷൻ വരുന്നതുകൊണ്ട് പറയുന്നില്ല. ആരോട് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് ആ വ്യക്തികൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അവിടെ കരയായിരിക്കും. ഓ, ഇങ്ങനെ ഇത് ചെയ്യരുതേ. അവർക്ക് ഇവിടെ വന്നിട്ട് അവരോട് പറയാൻ പറ്റുമല്ലോ, ഇവിടെ വന്നെന്ന് പറയുന്നതൊക്കെ സാത്താനാണ്. വ്യഭിചാരത്തിൻ്റെ മുകളിൽ വ്യഭിചാരമാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു മരിച്ചത് ആ ബന്ധം സ്ഥാപിക്കാനാണ്, തിരിച്ച് ഒരു ബന്ധം സ്ഥാപിക്കാൻ. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, മനസ്സിലാക്കണം, ആ ദൈവം യേശു ക്രിസ്തു മരിച്ചതിൻ്റെ ഒരേ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പാപം ദൈവം പൊറുത്തു. ഹി ഹസ് ഫോർഗിവൺ യു. നമ്മളെ വെടുപ്പാക്കി. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ഇഫ് യു ആർ ഈവൻ ആസ് റെഡ് ആസ് സ്കാർലറ്റ് ഐ വിൽ മേക്ക് യു ആസ് വൈറ്റ് ആസ് വുൾ. അല്ലേ, ഞാൻ പാപം ക്ലെൻസ് യു. പിന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ രക്തം കൊടുത്തിട്ടാണ് നിങ്ങളെ വീണ്ടെടുത്തത്. എന്തിനാണ്? പിതാവിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് നീതീകരിക്കപ്പെടുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണ്. അപ്പോൾ ആ ദൈവം യേശു ക്രിസ്തു നമ്മൾക്ക് ചെയ്തത് എന്തുമാത്രമാണ് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു വ്യക്തി പറയുന്നത് കേട്ടല്ല, നിങ്ങൾ വചനം വായിക്കണം. വായിച്ചിട്ട് ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. അത് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ക്രിസ്ത്യ ജീവിതം തന്നെ ഒരു ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ള. അപ്പം ഞാൻ എൻ്റെ ക്രിസ്ത്യ ജീവിതം ചെയ്യുന്നതെല്ലാം എനിക്ക് അനുഗ്രഹങ്ങൾ നേടാനോ അല്ലെങ്കിൽ നിയമം അനുസരിക്കാനോ ഒന്നുമല്ല, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും. ആ യേശുവിനെ
സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ നമുക്ക് എഫിഷ്യൻസ് 1-ാമത്തെ വചനം പറയുന്നത് ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വീണ്ടെടുക്കലിനെ കുറിച്ച് ഒന്ന് വായിച്ച്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ ആരിലാണ് രക്ഷയുള്ളത്? യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം നിയമം പറയുന്നുണ്ട് പാപത്തിന് പാപപരിഹാര ബലി വേണം, ബലിയില്ലാതെ പാപമോചനമില്ല. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പക്ഷേ ദ ഗുഡ് ന്യൂസ് ഇസ് ഒരു ഊമനായ ഒരു കാളയോ ഒരു എന്താണ് ഒരു ആട്ടുംകുട്ടിയോ അല്ല കൊന്നത്. അതിനുപരി യേശു ക്രിസ്തുവാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചത്. അപ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാളക്കുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ പാപമോചനമുണ്ടെങ്കിൽ എത്ര അധികമായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലി വെച്ച് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ നീതീകരിക്കപ്പെടുക. ഇത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ശിക്ഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയ വ്യക്തികളെ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ പിതാവായ ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കുകയാണ് ചെയ്തത്. ദ ഗിൽറ്റി ഹാസ് ബീൻ ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി. ഗിൽറ്റി ഹാസ് ബീൻ ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി. പിന്നെ നമ്മൾ മനസ്സിലാക്കണം അത് ചെയ്യാൻ കാരണം എന്താണ്? അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ തിരിച്ച് ആദ്യം ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവവുമായിട്ടൊരു സ്നേഹബന്ധമുണ്ടാകുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് തന്നെ മനുഷ്യനെ തിരികെ കൊണ്ടുവരികയാണ്. അതാണ് എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഇരു കൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിന്റെ ഒന്ന് വായിച്ച അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ആദ്യം ആദായം ഹവ്വായിക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നോ? പിതാവിന്റെ കൈ പിടിച്ച് നടക്കുമായിരുന്നു വൈകുന്നേരം, അല്ലേ? എന്നല്ലേ പറയുന്നത്? എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 18 വചനം എന്താ പറയുന്നത്? ഒന്നും കൂടെ വായിച്ചേ. അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇനിമേൽ നിങ്ങൾ പിന്നെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്, അല്ലേ? ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും. 19-ാമത്തെ വചനം എന്താ പറയുന്നത്? ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോൾ തിരിച്ച് ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ, ആദം ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ച അതേ ബന്ധത്തിലേക്ക് തിരിച്ച് യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ആ നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ തിരിച്ച് ആ ബന്ധത്തിലേക്ക് യേശു ക്രിസ്തു കൊണ്ടുവന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ആദം ഹവ്വയും ഈദൻ തോട്ടത്തിൽ ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മതത്തിൻ്റെ പേരെന്താ? ഹലോ, ആദം ഹവ്വയും പിതാവായ ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടായി. എല്ലാ വൈകുന്നേരവും നടക്കാനൊക്കെ പോയിരുന്നപ്പോൾ അവിടുത്തെ എന്താണ് ആ മതത്തിൻ്റെ പേരെന്താണ്? മതം എന്തായിരുന്നു? മതമില്ലായിരുന്നു, അവിടെ ഒരു ബന്ധമുണ്ടായിരുന്നു. ഹലോ, അവിടെ മതം ഇല്ലായിരുന്നു, അവിടെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ മകളായിരുന്നു. പാപം മൂലം ഞാൻ ആ അവസ്ഥയിൽ നിന്ന് പോയി. തിരിച്ച് യേശു ക്രിസ്തു വഴി എന്നെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴെന്താ മതമുണ്ടോ? ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു വന്നത് ഏത് മതം സ്ഥാപിക്കാനാ? അതാ പറയുന്നത്. ചിലവർ പറയുന്ന അച്ഛന് പോലും പറയുന്നത് ഇന്ന മതത്തിലല്ലെങ്കിൽ രക്ഷയില്ല. യേശു ക്രിസ്തുവിലാണ് രക്ഷയൊന്നും പറയുന്നില്ല. മതത്തിലാണെങ്കിൽ, ഇന്ന മതത്തിലാണെങ്കിൽ രക്ഷയുണ്ട്. ആ മതത്തിൽ നിന്ന് പോയാൽ അതാണ് ശരിയായ മതം. ആ മതത്തിൽ നിന്ന് പോയാൽ രക്ഷ ഇല്ല. പ്രിയപ്പെട്ടവരെ, രക്ഷ യേശു ക്രിസ്തുവിലാണ്. ആ രക്ഷ എന്ന് പറയുന്നത് ബന്ധമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യ ദൈവത്തെ അറിയുകയും അവനയച്ച യേശു ക്രിസ്തുവിനെ അറിയുക, അവനുമായിട്ടൊരു ബന്ധമുണ്ടാകുക. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. യേശു ക്രിസ്തു മരിച്ചത് ഒരു സഭയും സ്ഥാപിക്കുവാനല്ല. യേശു ക്രിസ്തു മരിച്ചത്, നല്ല ധൈര്യത്തോടെ പറയാമല്ലോ, യേശു ക്രിസ്തു മരിച്ചത് കവണൻ പീപ്പിൾ ഉണ്ടാക്കാനല്ല. യേശു ക്രിസ്തു വേറെ വല്ലതും പറഞ്ഞാൽ ഇടർച്ച ഉണ്ടാവും. കവണൻ പീപ്പിൾ പറഞ്ഞ് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. യേശു ക്രിസ്തു മരിച്ചത് കവണൻ പീപ്പിളിനെ ഉണ്ടാക്കാനല്ല. യേശു ക്രിസ്തു
നമുക്ക് ആ രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. കവണന്റ് പീപ്പിളിന്റെ മെമ്പർ ആയതുകൊണ്ട് രക്ഷയില്ല, രക്ഷ ഉണ്ടാവണമെന്നില്ല. ജോഷുവ ജനറേഷൻ കൂടെ പറയാം, ജോഷുവ ജനറേഷൻ ആയതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. യേശു ക്രിസ്തുവിലാണെങ്കിൽ രക്ഷപ്പെടും. കാരണം രക്ഷ യേശു ക്രിസ്തുവിലാണ്. അല്ലാതെ ഒരു സമൂഹത്തിലോ ഒരു സഭയിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു വ്യക്തിയിലോ ഒന്നുമല്ല. യേശു ക്രിസ്തു ആകുന്ന ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ഒരുവനും പ്രവേശിക്കാൻ പറ്റുകയില്ല. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് എന്തിനാണ്? ഒന്ന് ഉറക്കെ പറ. എന്തിനാണ്? ബന്ധം സ്ഥാപിക്കാൻ. He died to establish a relationship and not a religion. Hallelujah. ആ ബന്ധം ആർക്കൊക്കെ ഉണ്ട്? ദൈവമായിട്ട്, യേശുവുമായിട്ടുള്ള ബന്ധം. നമുക്കൊന്ന് നന്ദി പറയാം ദൈവത്തോട്. ഹല്ലേലൂയ. മരിച്ചതിന് വേണ്ടി നന്ദി പറയാം, വീണ്ടെടുക്കപ്പെട്ട നന്ദി പറയാം, ജീവനുള്ളവന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.